ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ലിസ്റ്റ് എടുക്കാം. പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. ഈ ഒരു പേരാണ് അറിയാലോ, ഈ ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പെരേര. ബെസ്റ്റ് തുടക്കം. ഉദ്ഘാടനങ്ങളിലൊക്കെ വിളിക്കുന്നതും അതും പ്രശസ്തമായ നീള നമ്പ്യാർ. അതെ, ദയ വന്നിരിക്കുന്നു നീള നമ്പ്യാർ. ഇതാണ് നീള നമ്പ്യാർ. നമ്മുടെ മായ ശരിയാ, ഇത് അവള് തന്നെ. അവളെന്താ ഇവിടെ? എന്തിനായിരിക്കും വന്നത്? എല്ലാവർക്കും അറിയായിരിക്കും നീള നമ്പ്യാർ. അറിയോ? പിന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com. ആർക്കും എപ്പോ വേണമെങ്കിലും ബ്രൗസ് ചെയ്യാം. നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം പോലെ തുരുതുരു വന്നിട്ടും അതിനെയൊന്നും വകവെക്കാതെ റീന ജോൺ ദേ വന്നു റീന ജോൺ വന്നിരിക്കുകയാണ്. വൈറൽ താരങ്ങളെ കൊണ്ട് രക്ഷയില്ല. അതും പുള്ളിക്കാരന് നെഗറ്റീവ് കമന്റുകൾ കിട്ടി. അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ പോരാടി മുന്നിലേക്ക് വന്നു. പിന്നെയും നെഗറ്റീവ് കമന്റുകൾ കിട്ടി. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഇൻഫ്ലുവൻസറായ ജാസി അഷിയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പേര്. നിങ്ങൾ കണ്ടോളൂ, അടുത്ത് കണ്ടോളൂ. ഇതാ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പൂജാപുഷ്പമാണിവൾ. ഫേസ്ബുക്ക് തുറന്നാൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ മുഖം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നു. അയ്യോ, ഈ മുഖം വൈറൽ താരമാണ്. ആരാണെന്ന് പറഞ്ഞേ? രേണു സുധി. ദേ വരുന്നു രേണു സുധി. ദേ ഇതാണ് നമ്മുടെ രേണു സുധി. നെഗറ്റീവ് കമന്റ്സ് കിട്ടി, കോൺട്രോവേഴ്സി കിട്ടി, അങ്ങനെ സൈബർ അറ്റാക്ക് കിട്ടി. അതിനെയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന വനിതയായിട്ടാണ് നമ്മുടെ രേണു സുധി. അറിയില്ലേ? അറിയാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ബിനീഷ് ബാസ്റ്റിൻ. അതെ, ബിനീഷ് ബാസ്റ്റിന്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. പേര് അനുമോൾ, അനുക്കുട്ടി. അതെ, അനുമോളുടെ പേരാണ്. ദേ നിൽക്കുന്നു. ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ല ഇതായിരിക്കും അല്ലേ? അതെ, നല്ല ഇതായിരിക്കും. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് ബായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും. എങ്കിൽ ഈ തവണത്തെ ഉത്സവം അതിഗംഭീരമാകും.